നെക്സ്റ്റ് ഈസ് ഫോസ്റ്റർ സീരീ ഡിസ്ക്രിമിനേറ്റർ. FMD മോഡുലേഷൻ തന്നെ ആദ്യം ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ഫ്രീക്വൻസിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, അതായത് ഫ്രീക്വൻസി വേരിയേഷൻ മെസ്സേജാക്കി മാറ്റുക അല്ലേ. ഇവിടെ നമ്മൾ ഫേസ് ഡിസ്ക്രിമിനേറ്ററാണ് അല്ലെങ്കിൽ ഫോസ്റ്റർ സീരീ ഡിസ്ക്രിമിനേറ്ററാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം, നമ്മുടെ ഫോസ്റ്റർ സീരീ ഡിസ്ക്രിമിനേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആദ്യം വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം കാണുമ്പോൾ ഒത്തിരി പേടി തോന്നിക്കും, പക്ഷേ അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ആദ്യം തന്നെ 2 ടാങ്ക് സർക്യൂട്ട്. എങ്ങനെയാണ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്ററും ഇൻഡക്ടറും പാരലലി വന്നു കഴിഞ്ഞാൽ അതിനെ ടാങ്ക് സർക്യൂട്ട് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ടാങ്ക് സർക്യൂട്ട് വരയ്ക്കുക, അടുത്ത ടാങ്ക് സർക്യൂട്ട് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി ഒരു കപ്പാസിറ്റർ പാരലലി ഒരു കപ്പാസിറ്റർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഓക്കെ ഇല്ലേ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ബാലൻസ് സ്ലോപ്പ് ഡിറ്റക്ടറിൻ്റെ ഫിഗർ വരച്ച പോലെ തന്നെ ഒരു ഡയോഡ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഡയോഡ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ സെൻറ്റർ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു RFC കോയിൽ വെച്ച് സെൻറ്റർ ടാപ്പ് ചെയ്തെടുക്കണം. ഇൻപുട്ട് എടുക്കുക, ഇവിടുന്ന് ഇൻപുട്ട് എടുക്കുക. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫിഗർ സിമ്പിളാണ്. ഇവിടെ ഒരു എൻവലപ്പ് ഡിറ്റക്ടർ. ഓക്കെ, ഇവിടെ ഒരു ഇതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ടാങ്ക് സർക്യൂട്ട് വരയ്ക്കുക, സെൻറ്റർ ടാപ്പ് ചെയ്തെടുക്കുക, ഇവിടെ നിന്ന് ഡയോഡിലേക്ക് ഇൻപുട്ട് കൊടുക്കുക, അടുത്ത ഇൻപുട്ട് ഈ ഡയോഡിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇൻപുട്ട് ഡയോഡിലോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് നമ്മുടെ FM ഇൻപുട്ട്. ഈ ഇൻപുട്ട് എങ്ങനെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്? ഇതാണ് നമ്മുടെ D1 ഡയോഡ്, ഇവിടെ D2 ഡയോഡ്. ഇവിടെയാണ് നമുക്ക് നമ്മുടെ മെസ്സേജ് സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മുടെ ഈ FMൻ്റെ വേരിയേഷൻ അല്ലെ, ഫ്രീക്വൻസി വേരിയേഷൻ എങ്ങനെയാണ് ഇവിടെ വോൾട്ടേജ് ആയിട്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് രണ്ടും സെൻറ്റർ ഫ്രീക്വൻസി FC ആയിട്ടാണ് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും ട്യൂൺ ചെയ്തിരിക്കുന്നത്. 2 ടാങ്ക് സർക്യൂട്ട്സ് ട്യൂൺ ചെയ്തിരിക്കുന്നത് FC എന്ന് പറയുന്ന സെൻറ്റർ ഫ്രീക്വൻസിയിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടും ഒരേ ഫ്രീക്വൻസിയിലോട്ട് ട്യൂൺ ചെയ്യുമ്പോൾ ട്യൂണിങ് പ്രോസസ്സ് എളുപ്പമാവും. അതുപോലെ തന്നെ ബെറ്റർ ലീനിയാരിറ്റിയും കിട്ടും. അതാണ് ഫോസ്റ്റർ സീരീ ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഗുണം. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ 2 ട്യൂൺ സർക്യൂട്ടേ ഉള്ളൂ. ഈ 2 ട്യൂൺ സർക്യൂട്ടും സെൻറ്റർ ഫ്രീക്വൻസി നമ്മുടെ FCയിലോട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടും ഒരേ ഫ്രീക്വൻസിയിലോട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ട്യൂണിങ് എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ലീനിയാരിറ്റിയും നമുക്ക് നമ്മുടെ മറ്റേ സ്ലോപ്പ് ഡിറ്റക്ടറിനേക്കാൾ ബെറ്റർ ലീനിയാരിറ്റിയും ഇവിടെ കിട്ടും. ഓക്കെ, അതായത് ട്യൂണിങ് സെയിം ആണ് അല്ലേ. നമ്മൾ 2 ടാങ്ക് സർക്യൂട്ടിൻ്റെയും ട്യൂണിങ് ഫ്രീക്വൻസി സെയിം ആയതുകൊണ്ട് നമ്മുടെ ഓപ്പറേഷൻ, ഈ സർക്യൂട്ടിൻ്റെ ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈമറിയുടെയും സെക്കൻഡറിയുടെയും ഫേസ് റിലേഷൻഷിപ്പിനെയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ലീനിയർ ഓപ്പറേഷൻ ഇവിടെ കിട്ടുന്നത്, കൂടുതൽ കറക്റ്റായിട്ടുള്ള ഓപ്പറേഷൻ നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ സർക്യൂട്ടിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫേസ് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫേസ് ഡിസ്ക്രിമിനേറ്റർ എന്ന് പറയുന്നത്. മറ്റേ കേസിൽ നമ്മൾ, അതായത് സ്ലോപ്പ് ഡിറ്റക്ടറിൽ ഫ്രീക്വൻസി ഡിസ്ക്രിമിനേറ്റർ എന്നാണ് വിളിച്ചത്. ഫോസ്റ്റർ സീരീ ഡിസ്ക്രിമിനേറ്റർ ഒരു ഫേസ് ഡിസ്ക്രിമിനേറ്ററാണ്. ഓക്കെ, ട്യൂണിങ് ഫ്രീക്വൻസി സെയിം ആണ്. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈ മാർക്ക് ചെയ്ത ടോപ്പിക് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. Even though the primary and secondary tuned circuits are tuned to same center frequency, the voltage applied to the 2 diodes D1 and D2 are not constant. ഓക്കെ, അതായത് നമ്മൾ പ്രൈമറിയും സെക്കൻഡറിയും ട്യൂൺ ചെയ്തിരിക്കുന്നത് സെയിം സെൻറ്റർ ഫ്രീക്വൻസിയിലോട്ടാണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി എളുപ്പമാവുന്നത്.
ഇവിടെ ഫേസ് റിലേഷൻഷിപ്പിനെ മാത്രമേ ബേസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടിയും രണ്ട് ഡയോഡ് ഉണ്ടല്ലോ, D1 D2. D1 D2 എത്തുന്ന വോൾട്ടേജ് സെയിം ആവില്ല അല്ലേ. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അവിടെ എത്തുന്ന വോൾട്ടേജിൽ വേരിയേഷൻ വരും. പക്ഷേ ഫേസ് ഷിഫ്റ്റാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, വോൾട്ടേജിൽ വേരിയേഷൻ വരും. നമ്മൾ ഫേസ് ഷിഫ്റ്റിനനുസരിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ Fin ഫസ്റ്റ് കേസ് നമ്മൾ 3 കേസായിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് Fin =FC ആവുന്ന സമയത്ത്, അതായത് ഇൻപുട്ട് ഫ്രീക്വൻസിയും ട്യൂണിങ് ഫ്രീക്വൻസി കാരിയർ ഫ്രീക്വൻസിയും സെയിം ആകുമ്പോൾ രണ്ട് ഡയോഡിൻ്റെയും ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് ഡയോഡിൻ്റെ ഔട്ട്പുട്ട് സെയിം ആയിരിക്കും, പക്ഷേ ഫേസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അങ്ങനെയുള്ള കേസിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഫ്രീക്വൻസിയും ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും കാരിയർ ഫ്രീക്വൻസിയും, അതായത് ട്യൂണിങ് ഫ്രീക്വൻസിയും ഇൻപുട്ട് ഫ്രീക്വൻസിയും FM വേവ് ആണല്ലോ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. FM വേവിൻ്റെ ഫ്രീക്വൻസിയും നമ്മൾ ട്യൂൺ ചെയ്യുന്നത് FCയിലോട്ടാണ്. FCയും ഈക്വൽ ആവുന്ന സമയത്ത് ഡയോഡ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഔട്ട്പുട്ട് 0 ആയിരിക്കും. കാരണം ഇതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആകുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇനി Fin നെക്സ്റ്റ് കേസ് കൺസിഡർ ചെയ്യാം. നമ്മുടെ Fin > FC ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്കെ, Fin > FC ആകുമ്പോൾ D1 വോൾട്ടേജ് ആയിരിക്കും ഹയർ. D1 ആയിരിക്കും ഹയർ ദാൻ D2. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. Fin < FC ആവുന്ന സമയത്ത് D2 ആയിരിക്കും ഹയർ. സോ നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. സോ ഇതിവിടെ നമ്മൾ ജസ്റ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഫേസ് റിലേഷൻഷിപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഫേസ് ഡിസ്ക്രിമിനേറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റി അല്ലേ. ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസിയും കാരിയർ ട്യൂൺ ചെയ്യുന്നത് കാരിയർ ഫ്രീക്വൻസിയിലോട്ടാണ്. Fin = FC എന്നുള്ള റിലേഷൻ വന്നത്. അതിനനുസരിച്ച് ഡയോഡിൽ വരുന്ന ഫേസ് റിലേഷൻ നോക്കിയിട്ട് ഓക്കെ ആണ് നമുക്ക് ഔട്ട്പുട്ടിനെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി, നമ്മുടെ ഫേസ് ഡിസ്ക്രിമിനേറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ഗ്രാഫ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള റേഞ്ച് ആണെങ്കിൽ ലീനിയർ ആണ്. കണ്ടോ, ലീനിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് സർക്യൂട്ടും, നമ്മുടെ BJT ആയിക്കോട്ടെ FET ആയിക്കോട്ടെ, എന്ത് ലീനിയർ റീജിയനിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ റിക്വയർ ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടുക. നോൺ ലീനിയർ റീജിയനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്പുട്ട് തെറ്റായിരിക്കും. സോ ഇവിടെ ലീനിയർ റീജിയൻ കൂടുതലാണ്. ഓക്കെ, ഫേസ് ഡിസ്ക്രിമിനേറ്ററിൽ ലീനിയാരിറ്റി കൂടുതൽ നല്ലതാണ്. അതാണ് മറ്റേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ബാലൻസ്ഡ് സ്ലോപ്പ് ഡിറ്റക്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. ഓക്കെ, അതുപോലെ ട്യൂൺ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റിംഗ്? ആ ഒരു കേസിലോട്ട് ഞാൻ പോകണില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഇത് ഈ വല്ല നോയ്സൊക്കെ വന്നു കഴിഞ്ഞാൽ, എററൊക്കെ വന്നു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസ് ഉണ്ടാവും. ഈ ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻസിനനുസരിച്ച് നമ്മുടെ സർക്യൂട്ട് വർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്ററിലൊക്കെ ഈ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ഇല്ലാത്തത് കൊണ്ട് എന്താണ്, നോയ്സ് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് എറർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോയ്സ് വരുമ്പോൾ അതിനെ കളയാൻ വേണ്ടിയിട്ട് ഈ ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്ററൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ വേറെ എക്സ്റ്റേണലി ഫിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി, ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ലിമിറ്റർ ഇല്ല എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഫോസ്റ്റർ സീരീസ് ഡിസ്ക്രിമിനേറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ജസ്റ്റ് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. ഓക്കെ.